ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കൂടുതലൊന്നും പറയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഞാൻ എഴുന്നേറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതേ ഹന്നൂസും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹന്നൂസ് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെയും കിടക്കാൻ പോകും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തി വെക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ആട്ടപ്പൊടിയൊക്കെ എടുത്ത് കുഴക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഒരു ഏകദേശം അളവിലാണ് എടുക്കുന്നത്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അളവെന്ന് പറയാൻ പാടില്ല, ഏകദേശം ഒരു ചപ്പാത്തിയുടെ കൺസിസ്റ്റൻസിയിൽ അങ്ങ് കുഴക്കും. പിന്നെ ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് കൈ ഇടാൻ പറ്റത്തില്ല. കൈയിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അതുകൊണ്ട് ഞാൻ സ്പൂണിട്ടാണ് കേട്ടോ ഇളക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുഴച്ചതേ ഈ പരുവം തന്നെ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ അതേ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അപ്പം കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് 2 പ്ലാസ്റ്റിക് കൊട്ട വാങ്ങിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തായിരുന്നു. പിന്നെ ഹന്നൂസിൻ്റെ ഫസ്റ്റത്തെ കളിയാണ് കേട്ടോ. ആദ്യം രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം കളിക്കും, ഓടും, ചാടും. എന്നിട്ട് പിന്നെ അമ്മച്ചിയോ ചേച്ചിയോ വന്ന് ഉറക്കി വീണ്ടും കൊണ്ടുപോയി കിടത്തും കേട്ടോ. അങ്ങനെയാണ് ഇയാളുടെ ഒരു പതിവ്. അമ്മച്ചിയാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒടുക്കത്തെ പണിയാണ് കേട്ടോ. അലക്കിയെല്ലാം വിട്ടു. ഞാൻ അപ്പോഴത്തേക്കും പോയൊന്ന് ഒരുങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാക്കി ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ വന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ അത് ഉണ്ട പിടിച്ചിട്ട് പരത്തുവാണ് ചെയ്യുന്നത്. പരത്തുമ്പോൾ അങ്ങനെ കറക്റ്റ് റൗണ്ടിലൊന്നും വരാറില്ല. ഏകദേശം ഈ ഒരു റൗണ്ടിലൊക്കെ തന്നെയാണ് വരുന്നത്. ആദ്യത്തെ ചപ്പാത്തി ഇട്ടപ്പോൾ മാത്രമേ ഞാൻ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ ഭയങ്കര ഡയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെങ്കിലും നമ്മളിങ്ങനെ എണ്ണ ഒഴിവാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണ ആദ്യത്തെ ഇതിൽ മാത്രമേ ഇങ്ങനെ തടവിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എണ്ണ ഇല്ലാണ്ടാണ് കേട്ടോ ചുട്ടെടുത്തത്. പിന്നെ എനിക്ക് ചപ്പാത്തി എണ്ണ ഇല്ലാണ്ട് ചുടാനാണ് ഇഷ്ടം. പിന്നെ ആദ്യത്തെ ആ ഒരു ആവേശം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ആവേശം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ചട്ടിയിൽ തന്നെ 2 എണ്ണമൊക്കെ ഇട്ട് ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലല്ലേ എനിക്ക് വേഗം പണി തീർത്തിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഗൈസ്, നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്, അത് സാരില്ല, അതാരും മൈൻഡ് ചെയ്യരുത്. അടുത്തായിട്ട് കറിയാണ് ഉണ്ടാക്കേണ്ടത്. കറി ഉണ്ടാക്കുന്ന അമ്മച്ചിയാണ് കേട്ടോ. അമ്മച്ചി പെട്ടെന്ന് വന്ന് ഒരു തട്ടിക്കൂട്ട് കറി അങ്ങ് ഉണ്ടാക്കി കേട്ടോ. എന്നോട് സത്യം പറഞ്ഞ അമ്മച്ചി കറി ഉണ്ടാക്കാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഇന്നലെ കറി ഉണ്ടാക്കാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയില്ല. തലേ ദിവസം കറിയുടെ കാര്യം പറഞ്ഞാലും എനിക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാണ്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം അമ്മച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞ് പെട്ടെന്ന് എന്നോട് കറി ഉണ്ടാക്കാൻ. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് കറി ഉണ്ടാക്കിയില്ല. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ തമ്മിൽ അടുക്കളയിൽ അടിപൊട്ടി. അങ്ങനെ പിന്നെ അമ്മച്ചി വന്നതുകൊണ്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചപ്പാത്തിയും കറിയും ആയപ്പോൾ തന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ മോർണിംഗ് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അമ്മച്ചിയാണെങ്കിൽ അരിയൊക്കെ കഴുകി ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പനാണെന്നുണ്ടെങ്കിൽ അപ്പനൊരു വലപ്പണിയിലാണ് ഗൈസ്. അപ്പൻ ഭയങ്കരമായിട്ടുള്ളൊരു വല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിസമാപ്തിയിലോട്ട് ആ വല ഇങ്ങനെ അടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ ഞാനും ഹന്നൂസും കൂടി അവിടെ ഇരുന്ന് കളിക്കുവാണ്. ഹന്നൂസ് കുളിച്ച് ശുണ്ടരി കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ഇങ്ങനെ കളിക്കണേണ്. ഇടയ്ക്ക് ഇങ്ങനെ അമ്മച്ചിയും വരും. അങ്ങനെ ഞങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ഉച്ചയാകാനായപ്പോഴത്തേക്കും ഞാൻ അടുക്കള ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അമ്മച്ചി അപ്പോഴത്തേക്കും മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ എന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ആശ്വാസം തോന്നി കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഭയങ്കര ഡയറ്റാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ ചപ്പാത്തിയും മീൻകറിയും മീൻ വറുത്തതും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് ഫോൺ നോക്കി കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വൈകുന്നേരം എഴുന്നേറ്റതിന് ശേഷം ഒരു ചായ കുടിച്ചേട്ടോ. പഴംപൊരി ഉണ്ടായിരുന്നു, പക്ഷെ പഴംപൊരി വീഡിയോ എടുത്തിട്ടില്ല. ഞാനങ്ങനെ പഴംപൊരിയും ചായയും കൂട്ടി കഴിച്ചേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ റോട്ടിലൊരു ചെരുപ്പൊക്കെ വിൽക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിടാൻ പറ്റുന്ന ചെരുപ്പും ഉണ്ടായിരുന്നു, പിന്നെ കൂടുതലും വീട്ടിലിടാൻ പറ്റിയ ചെരുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ 2-3 ചെരുപ്പൊക്കെ നോക്കി അവസാനം ഇതിങ്ങനെ വീട്ടിൽ പുറത്തോട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ചെരുപ്പ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ചേട്ടനെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബറും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം ഒരു ലോഡ് ചെരുപ്പുമായിട്ട് അകത്തോട്ട് പോയേ. ഹന്നൂന് പറ്റിയ ചെരുപ്പൊന്നും ആ കൂട്ടത്തിലില്ലായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുറത്ത് പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ രാത്രി പുറത്ത് പോയി ഇരിക്കാറുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം ഞാൻ പോയിരുന്നത് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോക്ക്. പക്ഷേ വോയിസ് ഓവർ അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല. പുറത്ത് നല്ല പട്ടികളുടെ കുരയൊക്കെ ആയിരുന്നു.
അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ദേ വീട്ടിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് രാത്രി ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു 11:15 11:30 ആയപ്പോഴത്തേക്ക് എനിക്ക് വിശന്നിട്ട് ഞാനൊരു പഴം കുത്തിക്കയറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ വിശപ്പടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിടന്നുറങ്ങാം ഗൈസ്, അതിന് പ്രശ്നമില്ല. അപ്പോൾ അത് ഇന്നത്തെ സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.